ഫേസ് ഓഫ് ദ ഫേസ് എന്നുള്ള പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള അഭിമാനബോധത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഓരോ പ്രാധാന്യമുള്ള റോളുകൾ, അത് ഏത് തരത്തിലുള്ള റോളാണോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അതിൻ്റെ ഒന്നും പ്രാധാന്യം കുറവല്ല, വളരെ അധികം പ്രാധാന്യമുള്ള റോളാണെന്നൊരു ചിന്ത മനസ്സിലുണ്ടാവട്ടെ ഈ പ്രോഗ്രാമിന് തുടക്കത്തിൽ തന്നെ. ഒപ്പം തന്നെ ഈ ഒരു കാലഘട്ടം, why has healthcare industry become a bigger challenge today than it was yesterday? ഹെൽത്ത് ഇൻഡസ്ട്രി കൂടിയാണ് അല്ലേ? ഇതൊരു തൊഴിൽ മേഖലയാണ്, അതേസമയം ഒരു ആരോഗ്യ മേഖലയിൽ തന്നെയാണ്. ഇതൊരു തൊഴിൽ മേഖലയാണ്, ആരോഗ്യ മേഖലയാണ്, അതേസമയം ഒരു സേവന മേഖല കൂടിയാണ്. ആണോ അല്ലയോ? അതിൻ്റെ ഒരു വ്യത്യാസം പറയാമോ? എന്താ ഒരു തൊഴിൽ മേഖലയും ഒരു സേവന മേഖലയും വേർതിരിക്കുന്ന അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുള്ളത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാധാന്യം പറയാമോ? ഒരു തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നതും ഒരു സേവന മേഖല, തൊഴിൽ മേഖല ഉൾപ്പെടുന്നതാണെങ്കിൽ പോലും ഒരു സേവന മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ തമ്മിലുള്ളൊരു വ്യത്യാസം പറയാമോ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ? പ്ലീസ്. ഡെഡിക്കേഷൻ. ഓ, കൺഗ്രാജുലേഷൻ. ഒരു ഡെഡിക്കേഷൻ വേണം എന്ന് വെച്ചാൽ തൊഴിൽ മേഖലയിൽ ഡെഡിക്കേഷൻ വേണ്ടേ? തൊഴിൽ മേഖലയിലും വേണം. ബട്ട് ഈ സേവന മേഖലയിൽ ഇത്തിരി കൂടി ഒരു കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ കൂടുതൽ വേണമുണ്ട്, എക്സ്ട്രാ വേണ്ടി വരുന്നത് അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ആ തരത്തിലേക്ക് വരുന്ന സമയത്ത് എന്തെല്ലാം ചാലഞ്ചസാണ് നോക്കിയേ, എന്തെല്ലാം ചാലഞ്ചസാണ്. ഇപ്പോൾ ഒരു 10-20 വർഷം മുൻപൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന ട്രാവൽ ചെയ്യുന്ന സമയങ്ങളിൽ ഒരു നാഷണൽ ഹൈവേയിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോഡുകൾക്കിലോ ഒന്നും ഒരു ഹോസ്പിറ്റലിൻ്റെ ഹോർഡിങ്സ് കാണാനുണ്ടായിരുന്നില്ല ഒരു 10-20 വർഷം മുമ്പൊക്കെ. ഇപ്പോൾ പല പ്രധാന പാതകളുടെയും സൈഡുകളിൽ ഹോസ്പിറ്റലുകളുടെ ബോർഡുകളും വന്നു തുടങ്ങി. ഒരു മത്സരം ഉണ്ടോ ഇല്ലയോ? ഓക്കെ. ഈ മത്സരത്തിൽ നമ്മുടെ മഹത്തായ സ്ഥാപനം എത്രയോ വർഷം കൊണ്ട് പണിതെടുത്ത അല്ലെങ്കിൽ എത്രയോ വർഷം കൊണ്ട് പ്രയത്നിച്ച് നേടിയെടുത്ത ഒരു ഗുഡ് വില്ലുണ്ട് നമ്മുടെ സ്ഥാപനത്തിന്. ആളുകൾ ഇപ്പോഴും ഏത് പാതിരാത്രിയിലും തനിക്കൊരു അസുഖമുണ്ടാകുമ്പോൾ, അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ പാഞ്ഞ് ഓടി നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നൊരു വിശ്വാസ്യതയില്ലേ? അതൊരുപാട് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ക്ലിയർ ആണോ? അപ്പോൾ ആ ഒരു വിശ്വാസ്യത നമ്മുടെ സ്ഥാപനം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് വേറെ മത്സരമൊന്നുമില്ല നമുക്ക്. ശരിയാണോ ഞാൻ ഈ പറഞ്ഞ പ്രസ്താവന? അല്ല അല്ലേ? അപ്പോൾ അവിടെ ഒരു മത്സരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, നമ്മുടെ സ്ഥാപനം തന്നെ തേടി വരാൻ അവരെ പ്രേരിപ്പിക്കുന്ന എന്ത് ഫാക്ടറാണ് നമുക്ക് അവരോട് പറയാനുള്ളത്? എന്ത് പ്രത്യേകത നമുക്ക് അവരോട് പറയാനുള്ളത്? പ്ലീസ്. സർവീസ് അല്ലേ? ഓക്കെ. ആത്മാർത്ഥത്തോട് പറയാൻ പറ്റുമോ? സത്യസന്ധതയോട് പറയാൻ പറ്റുമോ? സർവീസാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം, മുഖമുദ്രയെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയണം. ക്ലിയർ ആണോ? നമ്മൾ ആ പറയുന്നതിലൊരു ആത്മാർത്ഥത, സത്യസന്ധത ഉണ്ടായാൽ മാത്രം മതി. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഓർക്കുക, കോമ്പറ്റീഷൻ ആൾസോ. ഇപ്പം വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മത്സരം കൂടി നടക്കുക. ഇപ്പം മത്സരമുണ്ട്. ആ മത്സരത്തിൽ ഏറ്റവും ടെക്നോളജി കൂടി ഇന്ന് ആ മത്സരത്തിൽ വന്നിരിക്കുന്നു. ഇന്ന് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന വികസിത രാജ്യങ്ങളുടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ സെൻറ്ററിലോ ഇന്ന് ഉപയോഗിക്കുന്ന ഏതൊരു ടെക്നോളജിയും ഇന്ന് വിതിൻ ദ മന്ത്സ്, വിതിൻ ദ ഡേ എന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്കായി ടെക്നോളജി. ശരിയല്ലേ? പക്ഷേ നമുക്ക് ആ ടെക്നോളജി വലിയ ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി വലിയ സ്ഥാപനങ്ങൾ, വലിയ കോർപ്പറേറ്റുകൾ പോലും ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന, ഹോസ്പിറ്റൽ മേഖലയിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് അത്രയും വലിയ ടെക്നോളജി വെച്ച് നമുക്ക് ലോകത്തോട് മത്സരിക്കാൻ പറ്റുമോ നമ്മുടെ സ്ഥാപനത്തിന്? ഇല്ല. നോ, നെവർ. പറ്റില്ലപ്പാ. കാരണം അത്ര വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്നൊരു മേഖലയാണത്. ടെക്നോളജി കൊണ്ട് മത്സരിക്കാൻ പറ്റില്ല. ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. മത്സരം വളരെ കടുത്തതായി മാറുന്നു. ഒപ്പം തന്നെ മത്സരത്തിൽ കടുപ്പം ടെക്നോളജി മാത്രമാണോ? കസ്റ്റമേഴ്സിന് ധാരാളം ഓപ്ഷൻ ഉണ്ട്. പണ്ട് ഒരു ആതുര ശുശ്രൂഷാലയം എന്ന് പറഞ്ഞാൽ കയ്യെത്തും ദൂരത്ത് ഏതെങ്കിലും ഓടിയെത്താൻ പറ്റുന്ന, ഏതെങ്കിലും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ഓടിയെത്തുകയായിരുന്നു നേരത്തേക്ക്. ഇന്ന് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ സേവനം തേടി വരുന്ന ആളുകൾക്ക് ധാരാളം ഓപ്ഷൻ ഉണ്ട്. ശരിയല്ലേ? മെനി മോർ ഓപ്ഷൻസ്. അതേപോലെ തന്നെയോ ഏത് സ്പെഷ്യാലിറ്റി ഏത് ഹോസ്പിറ്റലാണുള്ളത്, ഏത് ട്രീറ്റ്മെൻറ്റ് എവിടെയാണ് കിട്ടുന്നത്, ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് എവിടെയാണ്, ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാർ എവിടെയാണുള്ളത്, ഏറ്റവും മികച്ച ടെക്നോളജി എവിടെയാണുള്ളത്, ഏറ്റവും കോസ്റ്റ് വൈസ് എവിടെയാണ് എക്കണോമിക്കലായിട്ടുള്ളത്. ഇന്ന് മീഡിയ ആളുകളെ വളരെയധികം അവെയർ ചെയ്യുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? മീഡിയ ഹാസ് മെയ്ഡ് പീപ്പിൾ മോർ നോളജബിൾ ആൻഡ് അവെയർ. ഇത് വളരെ ഇൻഫോർമേറ്റീവായിട്ട് ആളുകൾക്ക് ഇത് മീഡിയ വൈസ് ഇത് കിട്ടുന്നുണ്ട്. ഒരു സിംഗിൾ ടച്ചിൽ ഇതെല്ലാവർക്കും അവൈലബിൾ ആണ്. ശരിയല്ലേ? അപ്പോഴും അവിടെയും ഒരു മത്സരം, അവിടെയും നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ആളുകൾ കൂടുതൽ സേവനം തേടി വരണമെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്ത് എക്സ്ട്രാ കൊടുക്കാനുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മുടേതായ ഒരു പ്രത്യേകത നമുക്ക് പറയാനുണ്ടാവണം. ക്ലിയർ ആണോ? ഈ ഒരു സിറ്റുവേഷനിലാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടിയിരിക്കുന്നത്.